ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. റെസൊണൻസ്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ മെയിനായിട്ട് വരുന്ന എലമെൻറ്റ്സ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇങ്ങനെ ഈ 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസൊണൻസ് ഒരു ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അതായത് നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് അതൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എത്തുമ്പം ആ ഒരു സർക്യൂട്ട് മാക്സിമം എനർജി റിലീസ് ചെയ്യുന്നു. ആ ഒരു കണ്ടീഷനാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസൊണൻസ് നമ്മൾ പറഞ്ഞ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ റെസൊണൻസ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ റെസൊണൻസ് കണ്ടുവരുന്നത് ഈ ഇൻഡക്റ്റർ, കപ്പാസിറ്റർ, ഈ എലമെൻസിൻ്റെ പ്രസൻസ് ഉള്ളപ്പോഴാണ്. അതായത് മെയിനായിട്ടും വരുന്ന 3 കമ്പോണൻസ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ഇതിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇൻഡക്റ്റൻസ് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്? എക്സ് എൽ എന്ന് പറയുന്നത് എന്താണ്? 2πfl. 2πfl. അതുപോലെ തന്നെ എക്സ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. എക്സ് സി ഈസ് ഈക്വൽ ടു 1/2πfc. അപ്പോൾ ഈ 2 ടേംസും ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ ഈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെയും കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെയും വാല്യൂസ് ഈക്വൽ ആകുന്നു. ദേ വിൽ ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഫേസ്. അങ്ങനെ വരുമ്പോഴാണ് റെസൊണൻസ് ഒക്കർ ചെയ്യുന്നത്. സോ എക്സ് എൽ വിൽ ബി ഈക്വൽ ടു എക്സ് സി. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. ആ ഒരു കണ്ടീഷനിലാണ് റെസൊണൻസ് ഒക്കർ ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ റെസൊണൻസ് വരുന്ന ടൈമിൽ സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് ആയിരിക്കും. നമുക്കത് ലേറ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ആൻഡ് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് റെസൊണൻസ് ഒക്കേഴ്സ് ഈസ് കോൾഡ് ഫ്രീക്വൻസി ഓഫ് റെസൊണൻസ്, FR. ഇനി റെസൊണൻസിൽ വരുന്ന ചില പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റിയാക്റ്റൻസ് ഓഫ് ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ റിയാക്റ്റൻസ് ഓഫ് കപ്പാസിറ്റൻസ്. അതാണ് ഇവിടെ എഴുതിയത്. എക്സ് എൽ ഈസ് ഈക്വൽ ടു എക്സ് സി എന്ന് വരും. അതുപോലെ ഫേസ് ഓഫ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് ഈസ് ഇൻ ഫേസ് വിത്ത് ദ അപ്ലൈഡ് വോൾട്ടേജ്. ദാറ്റ് ഈസ് കറൻറ്റും വോൾട്ടേജും ഇൻ ഫേസ് വരുന്നത് ഏത് എലമെന്റ് വരുമ്പോഴാണ്? റെസിസ്റ്റർ മാത്രം വരുമ്പോഴാണ്, അല്ലേ? സോ ദ സർക്യൂട്ട് ഈസ് ബിക്കമിങ് എ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കറൻറ്റും വോൾട്ടേജും ഇൻ ഫേസിലായിരിക്കും. ആൻഡ് മാക്സിമം കറൻറ്റ് വിൽ ഫ്ലോ ഇൻ ദ സർക്യൂട്ട് ആൻഡ് ടോട്ടൽ പവർ ഡെസിപ്പേറ്റഡ് വിൽ ബി ഇൻ ദ റെസിസ്റ്റർ ആൻഡ് ദ അബ്സോർബ്ഡ് ആവറേജ് പവർ വിൽ ബി മാക്സിമം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് പോയിന്റ്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വരുന്ന 3 എലമെൻറ്റ്സ് റെസിസ്റ്റർ, ഇൻഡക്റ്റർ, കപ്പാസിറ്റർ. അപ്പോൾ ഇതിൻ്റെ കണക്ട് ചെയ്തിരിക്കുന്നതനുസരിച്ച് നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് റെസൊണൻസ് ആണുള്ളത്. സീരീസ് റെസൊണൻസ് ആൻഡ് പാരലൽ റെസൊണൻസ്. അതായത് ഈ RLC ഈ 3 എലമെൻസിൻ്റെ കണക്ഷൻ അനുസരിച്ച് എല്ലാം സീരീസിൽ കണക്ട് ചെയ്തിരിക്കുമ്പോൾ അത് സീരീസ് റെസൊണൻസ് ആവും. ആൻഡ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ദാറ്റ് വിൽ ബി പാരലൽ റെസൊണൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ സീരീസ് റെസൊണൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ താഴെ കാണിച്ചിരിക്കുന്നത് എലമെൻറ്റ്സ് എല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഈ 3 എലമെൻറ്റ്സും സീരീസ് ആയിട്ട് ഒരു AC വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ലൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ അപ്ലൈ KVL. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് R കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ JXL ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. അതുപോലെ -JXC ദാറ്റ് ഈസ് ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അപ്പം ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എന്താണ്? V ദാറ്റ് ഈസ് ദ സോഴ്സ് വോൾട്ടേജ് V -VR. അതായത് നമ്മൾ കറണ്ട് ഫ്ലോ ഈ ഒരു ഡയറക്ഷനിൽ എടുക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ സോഴ്സ് വോൾട്ടേജ് -2+ ആണ്. റെസിസ്റ്റൻസ് വരുമ്പോൾ അത് +2 - സോ ദാറ്റ് വിൽ ബി -VR -VL -VC is equal to 0.
ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിൽ ഐയുടെ ടേംസിൽ എഴുതുകയാണെങ്കിൽ വി മൈനസ് ഐ ഇൻറ്റു ഐ ഈസ് ദ ടോട്ടൽ കറണ്ട്. സോ സീരീസ് ആയതുകൊണ്ട് സെയിം കറണ്ടാണ് എല്ലാ എലമെൻറ്റിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നത്. ഐ ആർ മൈനസ് ഐ ഇൻറ്റു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ജെ എക്സ് എൽ മൈനസ് ഐ ഇൻറ്റു മൈനസ് ജെ എക്സ് സി. ഇതാണ് വരുന്നത്. ഓർ വി ക്യാൻ റൈറ്റ് V is equal to IR മൈനസ് അല്ല പ്ലസ് ആവും, റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് ആവും, ഐ ഇൻറ്റു ജെ എക്സ് എൽ. എൻ്റെ അടുത്തത് വരുന്നത് മൈനസ് ഐ ഇൻറ്റു മൈനസ് ഓഫ് ജെ എക്സ് സി ആണ്. സോ ആ ടേം പ്ലസ് ഐ ഇൻറ്റു ജെ എക്സ് സി എന്ന് വരും. അതിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുമ്പോൾ മൈനസ് ഐ ഇൻറ്റു ജെ എക്സ് സി. സോ ഇത് നമുക്ക് ഐ പുറത്തെടുക്കാം. വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു R plus and J also we can take outside, J into XL minus XC ഇങ്ങനെ എടുക്കാം. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ V is equal to current into impedance or IZ എന്ന ഫോമിലായി അല്ലേ, I into Z. And we can write Z is equal to R plus J into XL minus XC. ഇതാണ് റെസൊണൻസിലുള്ള ഇസഡിൻ്റെ, റെസൊണൻസിലല്ല ഈ ഒരു സർക്യൂട്ടിൻ്റെ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് R plus J into XL minus XC. It is given here. Z is equal to R plus J into XL minus XC. ഇസഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് R square plus XL minus XC the whole square. So this is the value of impedance of the series RLC circuit. Next, resonant frequency. Resonance occur ചെയ്യുന്ന ഫ്രീക്വൻസി, അതിനാണ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് RLC സർക്യൂട്ടിലെ റെസൊണന്റ് ഫ്രീക്വൻസി എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം RLC സർക്യൂട്ടിൽ റെസൊണൻസ് occur ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ XL is equal to XC. അപ്പോൾ ഈ എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി എന്നുള്ളത് എക്സലിൻ്റെ ഇക്വേഷൻ എന്താണ്? 2π FL. 2π FL ഇസ് ഈക്വൽ ടു 1/2π FC. ഇവിടെ എഫ് എഴുതിയില്ല, 2π FL ആണ്. ഓക്കെ, ഓർ വി ക്യാൻ റൈറ്റ് എഫ് സ്ക്വയർ. എഫിൻ്റെ ടേംസിനെ ഒന്നിച്ചെടുത്തു. സോ ഇറ്റ് വിൽ ബി എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2π സ്ക്വയർ ഇൻറ്റു എൽ സി ഇങ്ങനെ വരും. ഇതിൽ നിന്നും എഫ് കണ്ടുപിടിക്കാനായിട്ട് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എൽ സി എന്ന് വരും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ resonant frequency, 1/2π into square root of LC. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹേർട്സ് ആണ്. HZ അങ്ങനെയാണ് എഴുതുക യൂഷ്വലി, ഹേർട്സ്. അല്ലെങ്കിൽ ഇനി ആംഗുലാർ ഫ്രീക്വൻസിയുടെ ടേംസിൽ പറയാം. ആംഗുലാർ ഫ്രീക്വൻസി വരുമ്പോൾ ഒമേഗ, ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 2πf.
ഇതാണ് ആംഗുലാർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ 2πf, ഓർ വി ക്യാൻ റൈറ്റ് 1/√LC. ആംഗുലാർ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഇപ്പോൾ റെസൊണന്റ് ഫ്രീക്വൻസി FRന്റെ ഫോർമുലയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, 1/2π√LC. അപ്പം റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. FR is equal to 1/2π√LC hertz, or we can write angular frequency omega r is equal to 1/√LC radians per second. ഇനി റെസൊണൻസിലുള്ള ഇംപിഡൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇംപിഡൻസ് Z is equal to R plus J into XL minus XC. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. R plus J into XL minus XC. ഇപ്പം റെസൊണൻസ് ഒക്കർ ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ എന്താണ്? XL is equal to XC ആണ്. സോ XL മൈനസ് XC എന്ന് പറയുന്നത് 0. ഈ ഒരു ടേം 0 ആയി പോവും. സോ അറ്റ് റെസൊണൻസ് ഇംപിഡൻസിൻ്റെ ഇമാജിനറി പാർട്ട് 0 ആയിരിക്കും. സോ Z വിൽ ബി ഈക്വൽ ടു R. പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടായിരിക്കും RLC സീരീസ് സർക്യൂട്ട് റെസൊണൻസിൽ ബിഹേവ് ചെയ്യുന്നത്. സോ അറ്റ് റെസൊണൻസ് Z is equal to R, അതായത് ഇംപിഡൻസിൻ്റെ വാല്യൂ മിനിമം ആയിരിക്കും അല്ലേ. സാധാരണ ഇംപിഡൻസിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ Z is equal to √R² plus XL minus XC square എന്നാണ് വരിക. പക്ഷേ ഇവിടെ XL minus XC ടേം വരുന്നില്ല, അത് 0 ആയി പോവും. സോ ഇംപിഡൻസ് വിൽ ബി മിനിമം അറ്റ് റെസൊണൻസ്. ഇനി റെസൊണൻസിലെ കറണ്ടിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞു ഇംപിഡൻസ് മിനിമം ആയിരിക്കും. അപ്പോൾ ഇംപിഡൻസ് മിനിമം ആയിരിക്കുമ്പോൾ കറണ്ട് എങ്ങനെയായിരിക്കും? കറണ്ട് മാക്സിമം ആയിരിക്കും അല്ലേ. ഇപ്പോൾ റെസൊണൻസിൽ ഇംപിഡൻസ് മിനിമം ആയിരിക്കും, കറണ്ട് മാക്സിമം ആയിരിക്കും. ഓർ യു ക്യാൻ റൈറ്റ് XL is equal to XC and Z is equal to R. കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? I is equal to V/Z അല്ലേ. ഇവിടെ Z എന്ന് പറയുന്നത് R മാത്രമേ ഉള്ളൂ. സോ V/R എന്നാവും. അതായത് ഡിനോമിനേറ്റർ ടേം കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഐയുടെ വാല്യൂ കൂടും, I വിൽ ബി മാക്സിമം. അപ്പോൾ റെസൊണൻസിൽ ഐയുടെ വാല്യൂ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പവർ, കറണ്ട് മാക്സിമം ആയതുകൊണ്ട് പവറിൻ്റെ വാല്യൂ റെസൊണൻസിൽ കൂടുതലായിരിക്കും. പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? P is equal to I² R. സോ ഇവിടെ കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം ആണ്, അതുകൊണ്ട് തന്നെ പവറും മാക്സിമം ആയിരിക്കും. ഇപ്പോൾ റെസൊണൻസിൽ ഓരോ എലമെൻറ്റിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ മൂന്നും സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VR is equal to ടോട്ടൽ കറണ്ട് I into R. അപ്പോൾ ഇതിൽ I എന്ന് പറയുന്ന ടോട്ടൽ കറണ്ടാണ്. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് കറണ്ട് എല്ലാ എലമെൻറ്റ്സിൽ കൂടെയും സെയിം കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. I into R. അപ്പോൾ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? V/Z, ഇംപിഡൻസ് ഇൻറ്റു R. പക്ഷേ റെസൊണൻസിൽ ഇസഡിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു R ആണ്. സോ വി ക്യാൻ പുട്ട് V/R into R. ഓക്കെ, ദിസ് ഈസ് ദ വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് VR. VR is equal to V എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ അറ്റ് റെസൊണൻസ് ഈസ് VR is equal to V. ഇനി അതുപോലെ തന്നെ വോൾട്ടേജ് അക്രോസ് L, ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VL is equal to I into XL. ആണ് വരിക. അതുപോലെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC is equal to I into XC എന്നും വരും. VC is equal to I into XC. അപ്പോൾ ഇതിൽ കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം ആണ്, അതുകൊണ്ട് തന്നെ VLും VCയും മാക്സിമം ആയിരിക്കും. പക്ഷേ റെസൊണൻസിൽ ഈ VL VC
ഔട്ട് ഓഫ് ഫേസ് ആണ് വരിക. അതുകൊണ്ട് തന്നെ ക്യാൻസലായി, ഈക്വലും ആയിരിക്കും ഔട്ട് ഓഫ് ഫേസും ആയിരിക്കും. സോ ക്യാൻസലായി പോവുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഫേസർ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു RLC സർക്യൂട്ടിൽ റെസനൻസിൽ സർക്യൂട്ട് വിൽ ബി പ്യുവർലി റെസിസ്റ്റീവ്. അവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും മാഗ്നിറ്റ്യൂഡ് വിൽ ബി സെയിം ആൻഡ് ദേ വിൽ ബി ഇൻ ഔട്ട് ഓഫ് ഫേസ്. അപ്പോൾ അത് അതിൻ്റെ എഫക്റ്റ് ക്യാൻസലായി പോവുകയാണ് ചെയ്യുന്നത്. സോ ഓൺലി റെസിസ്റ്റൻസ് മാത്രമേ റെസനൻസിൽ ഉള്ളൂ. ഇനി ഈ നമ്മളിപ്പോൾ പറഞ്ഞു റെസനൻസ് വരുമ്പോൾ കറണ്ട് മാക്സിമം ആണ്. അതുപോലെ തന്നെ ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും എക്സസീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പവർ സിസ്റ്റംസിൽ ഈ സീരീസ് റെസനൻസ് അവോയ്ഡ് ചെയ്യുകയാണ് യൂഷ്വലി ചെയ്യുന്നത്. ഇപ്പോൾ സീരീസ് റെസനൻസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എവിടെയാണ്? ആപ്ലിക്കേഷൻ വരുന്നത് ഇലക്ട്രോണിക്സിലാണ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, റേഡിയോ, TV റിസീവർ, അവിടെയൊക്കെ നമ്മൾ ഒരു നമ്മുടെ ഡിസൈഡ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസനൻസ്, സീരീസ് റെസനൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് റെസനൻസിൽ കറണ്ട് പവറും മാക്സിമം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സീരീസ് റെസനൻസ് സർക്യൂട്ടിനെ ആക്സെപ്റ്റർ സർക്യൂട്ട് എന്നും പറയാറുണ്ട്. ആക്സെപ്റ്റർ സർക്യൂട്ട്. ഇപ്പോൾ ചിലപ്പം ഒരു പ്രോബ്ലം തരുമ്പോൾ അതിൽ സീരീസ് റെസനൻസ് സർക്യൂട്ട് എന്നൊക്കെ പറയുന്നതിന് പകരം ആക്സെപ്റ്റർ സർക്യൂട്ട് എന്നായിരിക്കും പറഞ്ഞിരിക്കുക. അപ്പോൾ ആ ടേം കാണുമ്പോൾ അത് സീരീസ് റെസനൻസ് സർക്യൂട്ട് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കോണം.